ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദനായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം 3-ാമത്തെ അധ്യായത്തിലെ 9 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞു. 10-ാമത്തെ ശ്ലോകം. സൂത ഉവാച ഏവമുക്ത്വാ കുമാരാസ്തേ നാരദേന സമം ദദഃ ഗംഗാതടം സമാജഗ്മുഹു കഥാപാനായ സത്വരാഃ. സൂതഃ ഉവാച, സൂതർ പറഞ്ഞു. ഏവം ഉക്ത്വാ, ഇപ്രകാരം പറഞ്ഞതിന് ശേഷം, തേ കുമാരാഹ, ആ സനൽകുമാരാദികള്, നാരദേന സമം, നാരദ മഹർഷിയോടുകൂടി അവിടെ നിന്നും ഗംഗാതടം സമാജഗ്മുഹു, ഹരിദ്വാറിലേക്ക്, ഗംഗാതടത്തിലേക്ക് ആഗമിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? കഥാപാനായ, ശ്രീമദ് ഭാഗവത കഥയെ പാനം ചെയ്യുന്നതിനുള്ള അത്യാഗ്രഹത്തോടുകൂടി അവര് അതിവേഗത്തിൽ അവിടെ എത്തിച്ചേർന്നു. 11. യഥാ യാഥാസ്തടം തേ തു തദാ കോലാഹലോപ്യഭൂത് ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. യഥാ തടം യാതാഹ, എപ്പോൾ അവർ ആ ഗംഗാതടത്തെ പ്രാപിച്ചുവോ, തഥാ കോലാഹലഹ അഭി അഭൂത്, വലുതായൊരു കോലാഹലം ഉണ്ടായി. എവിടെയൊക്കെ കേട്ടു അത്? ഭൂർലോകേ, ഭൂർലോകത്തിലും, ദേവലോകേ, ദേവലോകത്തിലും, ബ്രഹ്മലോകേ, ബ്രഹ്മലോകത്തിലും എല്ലാം ഈ വലിയൊരു മംഗളസൂചകം ആയിരിക്കുന്ന വലിയൊരു കലപില ശബ്ദം കേട്ടു. 12. ശ്രീഭാഗവത പീയൂഷ പാനായ രസലംബടാഃ ധാവന്തോപ്യായയുഃ സർവേ പ്രഥമം യേ ച വൈഷ്ണവാഃ. രസലംബടന്മാര് ഭാഗവത പീയൂഷ പാനായ, ഭാഗവതമാകുന്ന അമൃതം പാനം ചെയ്യുന്നതിൽ അത്യാസക്തിയുള്ളവര് ആയിരിക്കുന്ന സർവേ വൈഷ്ണവാഹ, എല്ലാ വൈഷ്ണവന്മാരും വേഗത്തില്, പ്രഥമം വേഗത്തില്, മുൻപേ തന്നെ, ധാവന്തഹ അപി ആയുഹു, ഓടി ഓടി അവിടെ എത്തിച്ചേർന്നു, ആദ്യം വന്നു ചേർന്നു. ആരൊക്കെയാണ് വന്നു ചേർന്നത്? അതാണ് ഇനി വർണ്ണിക്കുന്നത്. 13-ാമത്തെ ശ്ലോകം. ഭൃഗുർവസിഷ്ഠശ്ച വനശ്ച ഗൗതമോ മേധാതിഥിർ ദേവല ദേവരാതൗ രാമസ്തഥാ ഗാധിസുതശ്ച ശാകലോ മൃഗണ്ഡുപുത്രോത്രിജ പിപ്പലാദാഃ. അടുത്തത് കൂടി വായിക്കാം. യോഗേശ്വരോ വ്യാസപരാശരൗ ച ഛായാശുഗോ ജാജലിജന്യുമുഖ്യാഃ സർവേപ്യമീ മുനിഗണാ സഹ പുത്രശിഷ്യാഃ സ്വസ്ത്രീഭിരായയുരതിപ്രണയേന യുക്താഃ. ആരൊക്കെ വന്നു ചേർന്നു? ഋഷിവര്യന്മാര്. അവരുടെ പേരുകളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭൃഗുഹു, വസിഷ്ഠര്, ച്യവന മഹർഷി, ഗൗതമ മഹർഷി, മേധാതിഥി, ദേവല മഹർഷി, ദേവരാതൻ അതായത് യാജ്ഞവൽക്യ മഹർഷി, പരശുരാമൻ, വിശ്വാമിത്രൻ, ഗാധിസുതൻ വിശ്വാമിത്രൻ, ശാകലഃ, മൃഗണ്ഡുപുത്രഃ മാർക്കണ്ഡേയൻ, ദത്താത്രേയൻ, പിപ്പലാദന്മാര്. പിന്നീടോ യോഗേശ്വരനായ വാമദേവ മഹർഷി, വ്യാസപരാശരൗ, വ്യാസര്, പരാശരര്, ഛായാസ്വരൂപനായ ശ്രീശുക മഹർഷി,
ജാജലി, ജന്നു മുഖ്യാദികളായിരിക്കുന്നവര് ഇവരെല്ലാവരും സഹപുത്ര ശിഷ്യാഹ മഹർഷി വൃന്ദത്തോടൊപ്പം, പുത്രന്മാരോടൊപ്പം, ശിഷ്യന്മാരോടൊപ്പം, സ്വസ്ത്രീഭിഹി തങ്ങളുടെ ധർമ്മപത്നിമാരോടൊപ്പം, അതിപ്രണയേന വളരെ സ്നേഹത്തോടുകൂടി, വളരെ ആഗ്രഹത്തോടുകൂടി എത്തിച്ചേർന്നു. സത്സംഗങ്ങൾക്ക് സാധിച്ചാൽ ഇമ്മാതിരി എല്ലാ പേരെയും അറിയിച്ച് സകുടുംബം എത്തിച്ചേരണം എന്ന് താല്പര്യം. 15-ാമത്തെ ശ്ലോകം വായിക്കാം. വേദാന്താനി ച വേദാശ്ച മന്ത്രസ്തന്ത്രാസമൂർത്തയഃ ദശ സപ്ത പുരാണാനി ഷഡ്ശാസ്ത്രാണി തഥായയുഃ. വേദാന്താനി വേദാന്തങ്ങൾ എന്ന് പ്രസിദ്ധമായിരിക്കുന്ന ഉപനിഷത്തുക്കള്, 4 വേദങ്ങള്, മന്ത്രങ്ങള്, തന്ത്രങ്ങള്, ഇവരെല്ലാം ദശസപ്ത പുരാണാനി പുരാണങ്ങള്, ഇവരെല്ലാം ഇവിടെ ഷഡ്ശാസ്ത്രങ്ങള് എല്ലാവരും വന്നു ചേർന്നു. ഇവരെങ്ങനെയാണ് വരുന്നത്? അവയ്ക്കെല്ലാം അധിഷ്ഠാന ദേവതകളുണ്ട്. ആ സ്വരൂപത്തോടുകൂടി, ദേവതകളുടെ സ്വരൂപത്തോടുകൂടി അവര് വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. പിന്നീടോ 16-ാമത്തെ ശ്ലോകം. ഗംഗാദ്യാ സരിതസ്തത്ര പുഷ്കരാദി സരാംസി ച ക്ഷേത്രാണി ച ദിശഃ സർവാ ദണ്ഡകാദിവനാനി ച. അതേപോലെ തന്നെ സരിത്തുക്കൾ, അതായത് നദികൾ, മഹാനദികൾ, ഗംഗ ആദിയായ നദികള്, പുഷ്കരാദി സരാംസി പുഷ്കരാദി തടാകങ്ങള്, കുരുക്ഷേത്രാദികളായ മഹാക്ഷേത്രങ്ങള്, ദണ്ഡകാദികളായ മഹാവനങ്ങള്, ഇവരെല്ലാം അവിടെ എത്തിച്ചേർന്നു. അടുത്തത് 17-ാമത്തെ ശ്ലോകം. നഗാദയോ യയുസ്തത്ര ദേവഗന്ധർവദാനവാഹ ഗുരുത്വാത്തത്ര നായാദാൻ ഭൃഗുഃ സംബോധ്യ ജാനയത്. ഇനി പർവ്വതാദികൾ, മേരു മുതലായ പർവ്വതങ്ങള്, അതേപോലെ ദേവ കിന്നരന്മാര്, ഗന്ധർവന്മാര് എല്ലാവരും എത്തിച്ചേർന്നു. ഇനി ഗൃഹാദി വിഷയങ്ങളിലുള്ള ആസക്തി കൊണ്ട് ആരെല്ലാം വരാതിരിക്കുന്നു അവരെ ഭൃഗുഹു സംബോധ്യ ച ആനയത്. ഭൃഗു മഹർഷി ഉപദേശിച്ച് അവിടെ വരുത്തി. ഭൃഗു മഹർഷി പറഞ്ഞു കൊടുത്തു അത്രേ, ഈ അവസരം വ്യർത്ഥമാക്കരുത്, വലിയ നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് എവിടെ എവിടെ ഭാഗവത ശ്രവണം സാധ്യമാകുന്നു ആ ശ്രവണം ചെയ്ത് ജന്മസാഫല്യം ഉണ്ടാക്കിക്കൊള്ളുവിൻ, ഇത് അപൂർവമാണ് എന്ന് ഉപദേശിച്ചത് പ്രകാരം എല്ലാ പേരും അവിടെ എത്തിച്ചേർന്നു. 18 ദീക്ഷിതാ നാരദേനാഥ ദത്തമാസനമുത്തമം കുമാരാവന്ദിതാ സർവൈർ നിഷേധു കൃഷ്ണതൽപരാഹ. ഇനി അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും അതേപോലെ തന്നെ നാരദ മഹർഷിയും ദീക്ഷിതന്മാരായിരിക്കുന്ന സനകാദികളെ വന്ദിച്ചു. ദത്തമാസനമുത്തമം എന്നിട്ട് എല്ലാ പേരാലും വന്ദിക്കപ്പെട്ടവരായിട്ട് ഭക്തന്മാരായിട്ടുള്ള കൃഷ്ണ തൽപരാഹ സർവൈഹി ഭക്തന്മാരായ എല്ലാ പേരും നാരദ മഹർഷിയാൽ നൽകപ്പെട്ട ആ ആസനത്തില് ഇരുന്നു. 19-ാമത്തെ ശ്ലോകം. വൈഷ്ണവാശ്ച വിരക്താശ്ച ന്യാസിനോ ബ്രഹ്മചാരിണഃ മുഖഭാഗേ സ്ഥിതാസ്തേ ച തദഗ്രേ നാരദസ്ഥിതഃ. ആ കേൾക്കാൻ വന്നവരൊക്കെ അത്രയധികം ശ്രദ്ധയോടുകൂടി അവര് മുൻഭാഗത്ത് വൈഷ്ണവന്മാരിരുന്നു. പിന്നീട് വിഷയവൈരാഗ്യം സിദ്ധിച്ചവരായിരിക്കുന്ന വിരക്തന്മാരിരുന്നു. ന്യാസിനഹ സന്യാസി വര്യന്മാരിരുന്നു. ബ്രഹ്മചാരികളിരുന്നു.
ഇവരെല്ലാം പ്രധാന സ്ഥലങ്ങളിൽ ഇരുന്നതിന് ശേഷം തദഗ്രേ അവരുടെ മുൻഭാഗത്ത് നാരദ സ്ഥിത നാരദ മഹർഷിയും അവിടെ ഇരുന്നു. 20-ാമത്തെ ശ്ലോകം. ഏകഭാഗേ ഋഷിഗണാഃ തദന്യത്ര ദിവൗകസഃ വേദോപനിഷദോന്യത്ര തീർത്ഥാന്യത്ര സ്ത്രീയുന്യതഃ. ഇനി മറ്റുള്ളവരിരുന്ന ക്രമം പറയുകയാണ്. ഒരു ഭാഗത്ത് ഏകഭാഗേ ഒരു ഭാഗത്ത് ഋഷിഗണാഃ ഋഷിവൃന്ദം ഇരുന്നു. അന്യത്ര ദിവൗകസഃ മറ്റൊരു ഭാഗത്ത് ദേവ ഗന്ധർവ കിന്നരാദികൾ എല്ലാവരും ഇരുന്നു. അന്യത്ര വേദോപനിഷദഃ വേദങ്ങളും ഉപനിഷത്തുകളും മറ്റൊരു സ്ഥലത്തിരുന്നു. തീർത്ഥാനി സ്ത്രീയഃ തീർത്ഥങ്ങള് സ്ത്രീകള് എന്നിവര് മറ്റൊരു സ്ഥലത്തും വേണ്ട സ്ഥലങ്ങളിലെല്ലാം ഇരുന്നു. 21-ാമത്തെ ശ്ലോകം. ജയശബ്ദോ നമഃ ശബ്ദഃ ശംഖശബ്ദസ്തഥൈവ ച ചൂർണലാജാ പ്രസൂനാനാം നിക്ഷേപ സുമഹാനഭൂത. ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോ ജയ ജയ കൃഷ്ണ ഹരി ജയ ഇങ്ങനെയുള്ള ആ നമശബ്ദവും ജയശബ്ദവും മുഴങ്ങി, ശംഖനാദം മുഴങ്ങി. പിന്നീട് സുഗന്ധദ്രവ്യങ്ങളുടെ ആ ഒരു സുഗന്ധം എല്ലായിടത്തും വ്യാപിച്ചു. അതേപോലെ മലരും പുഷ്പങ്ങളും വർഷിക്കുകയും ചെയ്തു. 22-ാമത്തെ ശ്ലോകം. വിമാനാനി സമാരുഹ്യ കിയന്തോ ദേവനായകാഃ കൽപവൃക്ഷപ്രസൂനൈസ്താൻ സർവം തത്ര സമാകിരൻ. എന്നിട്ട് ദേവനായകന്മാര് വിമാനാനി സമാരുഹ്യ നല്ല നിലകളുള്ള വിമാനമാണ് ഇവിടെ പറയുന്നത്, വർണ്ണിക്കുന്നത്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, ചിന്തിച്ചു നോക്കൂ. അങ്ങനെയുള്ള വിമാനങ്ങള് നിലകള് 7, 9 മുതലായ നിലകളുള്ള വിമാനങ്ങളുടെ മുകളിലിരുന്നിട്ട് കൽപ്പവൃക്ഷ പ്രസൂനേഹി കൽപ്പവൃക്ഷങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന പുഷ്പങ്ങളെ സർവാം തത്ര സമാകിരൻ എല്ലാ ജനങ്ങളിലും വിതറി സന്തോഷ സൂചകമായിട്ട് എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തില് ഇല്ലാത്തത് എവിടെയും ഇല്ല. അതാണ് ശ്രീമദ് ഭാഗവതം. ഈ മഹാശാസ്ത്രം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും നമ്മുടെ ഈ ശാസ്ത്രത്തിന്റെ ഗുരുത്വം എത്രത്തോളം ഉണ്ട് എന്ന്. വിമാനങ്ങളൊക്കെ സങ്കല്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗവതം സങ്കല്പിച്ചു തന്നിരിക്കുന്നു. അത്രയും ദിവ്യമായ ഒരു ശാസ്ത്രമാണ് നമുക്ക് നമ്മുടെ ജന്മപുണ്യം കൊണ്ട് ഈ മനുഷ്യജന്മത്തില് പഠിക്കുവാൻ സാധിക്കുന്നത്. ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം, സന്തോഷം. അടുത്ത ക്ലാസ്സിൽ കാണാം.